ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. പ്രതികൾ രഹസ്യ സ്വഭാവമുള്ള മാപ്പുകളും ആക്രമണ പദ്ധതികളുടെ വിശദാംശങ്ങളും പങ്കുവച്ചത് സ്വിസ് ആപ്ലിക്കേഷൻ വഴിയാണ്. എൻക്രിപ്റ്റ് ചെയ്ത സ്വിസ് ആപ്ലിക്കേഷനായ ത്രീമയാണ് ഇവർ ഉപയോഗിച്ചത് എന്നാണ് കണ്ടെത്തൽ. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ്, കൃത്യമായ ആസൂത്രണം ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നിരന്തരമായി അവർ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു, ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. ഈ നിഗമനങ്ങളിലേക്കൊക്കെ ഇപ്പോൾ NIA എത്തിച്ചേരുന്നുണ്ട്. ഇവർ ഇതിന്റെ ആസൂത്രണം നടത്തിയ രീതി സംബന്ധിച്ച് കൂടുതലായി പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അജീഷ് ജയകുമാർ? രജിത്ത്, ഇവർ ഈ ആസൂത്രണം തുടങ്ങിയത് 2 വർഷങ്ങൾക്ക് മുൻപേ ആയിരുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതാണ്. ഇവർ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഈ അൽഫല സർവകലാശാലയിലെ ഈ ഡോക്ടർ ഉമറിന്റെയും ഡോക്ടർ മുസമ്മില്ലയുടെയും മുറികൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ ചില ഡയറികൾ കണ്ടെത്തിയത്. ഡയറിക്കുള്ളിൽ നിന്ന് ഇവർ ചില കോഡ് ഭാഷ ഉപയോഗിച്ച് നടത്തിയ ചില കോഡ് ഭാഷയിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്നാണ് ഇവർ ആസൂത്രണം തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുമ്പാണെന്ന് മനസ്സിലായതും മാത്രമല്ല വലിയ സ്ഫോടനത്തിന് തന്നെ അവർ ലക്ഷ്യമിട്ടിരുന്നതായിട്ടും വ്യക്തമായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്തതും. ഇവർ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഈ രഹസ്യ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ ചാറ്റുകൾ നടത്തിയിരുന്നത്, ഈ ഗൂഢാലോചന നടത്തിയിരുന്നത് എന്നായിരുന്നു അന്വേഷണ സംഘം പ്രധാനമായും നോക്കിയിരുന്നത്, പരിശോധിച്ചത്. അങ്ങനെയാണ് ഈ ത്രീമ എന്ന ഒരു ആപ്പ്, അത് ഇന്ത്യയിൽ അധികം കേട്ട് പരിചയമില്ലാത്ത ഒരു സ്വിസ് ആപ്ലിക്കേഷനാണ്. സ്വിറ്റ്സർലാൻഡാണ് അതിന്റെ സ്വദേശം. ഇവിടെ നിന്നാണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഹൈലി എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സാധാരണ വാട്സപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അതും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണെങ്കിൽ പോലും ഈ ത്രീമ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഒരു ഇമെയിലോ പോലും വേണ്ടാതെ ഒരാൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. അതിന് പേയ്മെന്റ് ഉണ്ട്, 1 ടൈം ഫീ ആണ്. ആർക്ക് വേണമെങ്കിലും അതിൽ പണം അടച്ച് അതിൽ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതുവഴി ഈ ഡൽഹിയിലെയും മറ്റും ഈ സ്ഫോടനം നടത്തേണ്ട ലക്ഷ്യസ്ഥാനങ്ങളുടെ കൃത്യമായ മാപ്പുകൾ, ആക്രമണ രീതികൾ, ബോംബ് നിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, ഇക്കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ പങ്കുവച്ചിരുന്നത്. ഈ വിവരങ്ങളെല്ലാം തന്നെ ഈ രഹസ്യ പ്ലാറ്റ്ഫോം വഴിയാണ് കൈമാറ്റം ചെയ്തിരുന്നത് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ആപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഡേറ്റ മാത്രമേ ഇതിൽ അവർ ശേഖരിച്ച് വയ്ക്കുകയുള്ളൂ. മാത്രമല്ല, മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ അത് ശേഖരിച്ച് വയ്ക്കാതെ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതാണ് ഈ ആപ്പിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇവർ ഇത്രയ്ക്കും രഹസ്യ സ്വഭാവമുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ രഹസ്യ വിവരങ്ങൾ കൈമാറ്റം ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.